ನಾನು ಎಣ್ಣೆ ಸೊನ್ನೆ ಹಂಗೇನಿಲ್ಲ. അപ്പോൾ ഡേ 7 ഇപ്പോൾ ഉള്ളത് രാമേശ്വരത്താണ്. നമ്മുടെ മുമ്പിൽ രാമനാഥസ്വാമി ക്ഷേത്രമാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അമ്പലം. വെറും ഫേമസ് അല്ല, ഹിന്ദുക്കളെ വൺ ഓഫ് ദ പുണ്യഭൂമി ആയിരിക്കും ഇത്. നമ്മളെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല ചാർധാം യാത്ര പോകുമ്പം ഈ അമ്പലത്തിലും കയറണം എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ഒരു അലിഖിത നിയമം എന്ന് വേണമെങ്കിൽ പറയാം. ഈ അമ്പലത്തിൻ്റെ കഥ എന്ന് പറയുന്നത് രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമൻ യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പോൾ ഇവിടെ കുറേ സന്യാസികൾ രാമനോട് ശിവനെ പ്രാർത്ഥിക്കാൻ പറയുകയും രാമൻ ഹനുമാന ഹിമാലയത്തിലേക്ക് വിട്ടു ശിവലിംഗം എടുത്തു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹനുമാൻ ആക്ച്വലി വരാൻ ലേറ്റായ സമയത്ത് രാമൻ സീതേനോട് എന്താ പറയുക, നമ്മളെ ലേറ്റ് ആകുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാവുമല്ലോ. അപ്പോൾ സീതേനോട് വേറൊരു ലിംഗം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ സീത രാമലിംഗം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ രാമലിംഗം ഇവിടെ പ്രതിഷ്ഠിച്ച് രാമലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു. അത് കഴിയുമ്പോഴാണ് ഹനുമാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ ഹനുമാൻ ശിവലിംഗം കൊണ്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഹനുമാൻ ദേഷ്യായി, കലിപ്പായി. അപ്പോൾ ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞു, അന്നും ഈഗോ ഉണ്ട് കേട്ടോ, ആദ്യം ശിവലിംഗം പൂജിച്ചിട്ട് വേണം രാമലിംഗം പൂജിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ശിവലിംഗം അതിൻ്റെ മുന്നിൽ പ്രതിഷ്ഠിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ ഇത്. അപ്പോൾ രാമേശ്വരത്തിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു മാല എടുത്തു. ഇന്നു മുതൽ ഞാൻ രാമഹംസൻ എന്നറിയപ്പെടും. മറ്റേ അക്ബറിന് പേര് മാറ്റിയതില്ലേ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ പറയുന്ന വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വന്നു. വണ്ടി എടുത്തു. ഇപ്പം ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് ഹൗസിൽ പോയി അവിടുന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളെടുത്ത് വണ്ടിയിലേക്ക് വെച്ച് നേരെ പുതുക്കോട്ടയിലാണ് ഇന്ന് നമ്മളെ പരിപാടി. ഒരു 11 മണി ആകുമ്പോഴെങ്കിലും പുതുക്കോട്ട എത്തണം. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് അബ്ദുൽ കലാം മ്യൂസിയം കൂടി കാണണം. അത് കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. മെയിൻ ആയിട്ടുള്ള സാധനം അബ്ദുൽ കലാം മ്യൂസിയം ആണ്. അത് കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. തുറന്നിട്ടുണ്ടാവുമോ എന്നറിയില്ല, 9 മണി ആയതേ ഉള്ളൂ. നമ്മളെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകത്തിൽ കയറി. അത് അമ്പലത്തിനെക്കാട്ടും ഡിവൈനായിട്ട് ഫീൽ ചെയ്തത് അവിടെയാണ്. നല്ല രസമുണ്ട്, രണ്ടും രസമുണ്ട്. ഇവിടെ കുറച്ചും കൂടി ശാന്തി സമാധാനം ഒക്കെ ഉണ്ട്. മൂപ്പരെ അവസാനമായിട്ട് ഷില്ലോങ് പോകുമ്പോൾ കൊണ്ടുപോയ സാധനങ്ങളുണ്ട്, കുറേ ഫോട്ടോസ് ഉണ്ട്, കുറേ പല ഭാഗത്തുള്ള ശില്പങ്ങളുണ്ട്, റോക്കറ്റിൻ്റെ മാതൃകകളുണ്ട്. ഇവിടെയാണ് മൂപ്പര് ജനിച്ചു വളർന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ രാമേശ്വരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടുന്ന് വിടുവാണ്. അടുത്തത് പുതുക്കോട്ടയിൽ ഓൾറെഡി 11:30-12 മണിയാകുമ്പോൾ അവിടെ എത്തണം. ശരി, അപ്പോൾ നെക്സ്റ്റ് ടൈം പാക്കലാം. സാർക്ക് சொன்னுங்க. നല്ല ഇരിക്കില്ല. അപ്പോൾ അങ്ങനെ കാലത്ത് രാമേശ്വരത്തിൽ നിന്ന് പുറപ്പെട്ടു പുതുക്കോട്ട നമ്മൾ പോണ സമയത്ത് നമ്മൾ തിരുമയം ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതി വെച്ചാൽ കണ്ടു. അതായത് കാരക്കുടി ടു പുതുക്കോട്ട റൂട്ടിലാണ് ഈ തിരുമയം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അവിടെ ഒരു ഫോർട്ട് ഉണ്ട്. 1637 മറ്റോ രാമനാഥപുരത്തെ രാജാവായിരുന്ന ഒരാൾ മൂപ്പര് ഉണ്ടാക്കിയതാണ്. അത് ഉണ്ടാക്കിയതിന് ശേഷം മൂപ്പരെ അളിയൻ ബ്രദറിനിലോക്ക് അത് കൊടുത്തു. കുറേ കാലം അവരവിടെ ഇതുണ്ടായിരുന്നതാണ്. അതൊരു 40 ഏക്കറിൽ പരന്ന് കിടക്കുന്ന പോണ്ടും ജയിലും ഇതൊക്കെ ആയിട്ട് ഉള്ളിലുള്ള അടിപൊളി കൊട്ടാരമായിരുന്നു ആ സമയത്ത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 1800 അടുപ്പിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ആ സമയത്ത് നമ്മളെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഇതിൻ്റെ ചുറ്റിലുള്ള സ്ഥലങ്ങളിലെ സേനാധിപത്യം മറ്റോ ആയിരുന്നു. അപ്പോൾ മൂപ്പര് ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ എതിർത്തു. അപ്പോൾ മൂപ്പരെ അനിയൻ ഊമരായൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു മൂപ്പര അനിയൻ ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എതിർക്കുകയും അതുവരെ ഒരു കമാൻഡറെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ അവരുമായിട്ട് എന്തായാലും യുദ്ധം ഉണ്ടാവുമല്ലോ. യുദ്ധം ഉണ്ടാകുമ്പം ഈ മൂപ്പര അനിയനായിട്ടുള്ള ഈ ഊമരായൻ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന കോട്ടയിൽ അഭയം തേടുകയും
അയാളെ അവിടെ നിന്ന് പിടിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. അതിനുശേഷം ബ്രിട്ടീഷുകാർ ആ കോട്ട പിടിച്ചടക്കി. ഇപ്പോഴും അവിടെ ഏകദേശം ഒരു 5-6 പീരങ്കികളൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ നോർത്തിലും സൗത്തിലും നോർത്ത് ഈസ്റ്റൊക്കെ ആയിട്ട് പല ഇതായിട്ട് ഈ പറയുന്ന പീരങ്കികൾ വെച്ചിട്ടുണ്ട്. സ്വീകരിക്കുക ആൾക്കാരുണ്ടായിരുന്നു, നിഷാന്തും സിദ്ധും. അവർ പഴയ പ്ലേയേഴ്സാ. ഇൻകം ടാക്സിലെ ആരായിരുന്നു? അല്ല, അത് ശ്രീധർ. ശ്രീധറിന്റെ അക്കാസിന്റെ ബ്രദറാണ്. ശ്രീധർ എന്ന് പറഞ്ഞ ഇൻകം ടാക്സിലെ പ്ലെയറാണ്. നമുക്ക് ഈ പുതുക്കോട്ടയിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. മൂപ്പരെ കസിന് നമ്മളെ എന്താ പറയുക ഇവിടെ താഴെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുട്ബോൾ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുവാണ്. അവർ ഗ്രൗണ്ടിൽ 4 മണിക്ക് അവിടെയുള്ള കുട്ടികളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്ര കുട്ടികളുണ്ട് എന്താണെന്നുള്ളതൊക്കെ കാണാം. കാരണം ഇന്നലെ നമുക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം രാമേശ്വരത്ത് ധനുഷ്കോടി ഭാഗത്ത് കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മളിവിടെ പുതുക്കോട്ടയിൽ വന്നത് ഈ പറയുന്ന ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വന്ന് പണിയെടുക്കാം. അപ്പോൾ നമുക്ക് കുട്ടികളെ കാണാം. സിക്ക് വേണ്ടി ஹலோ ஹலோ அவங்க கோச்சுங்க வந்து இந்த கோச்சிங் கற்றுக்கணும். அந்த கோச்சுங்க வேணும், அதுதான் மெயின். வாம் பண்ணு. ஃபஸ்ட்டு போலுக்கு அடித்தா 1 டச் பாஸ் கொடுக்கறதுக்கு. லைக் இப்போ அங்கிருந்த போல் வருது, நீ டேர்ன் பண்ண, அங்கே ஒரு பிளேயர் இருக்கணும், புரிஞ்சிச்சா? இங்கே ஒரு பிளேயர் இருக்கணும் உனக்கு பாஸ் பண்ணுறதுக்கு. அது உன் டீமில் யார் இருக்கணும், அவர் அங்கே இருக்கணும், ஒரு ஆள் அங்கே இருக்கணும், ஒரு ஆள் இங்கே இருக்கணும். அந்த 3 ஆப்ஷன் உனக்கு இருக்கணும். நீங்கள் ஆடும்போது இப்போ இது போலுன்னு வச்சா எல்லோரும் இது மட்டும்தான் பார்க்குறேன், கிரவுண்டு பார்க்கல யாரும். எல்லோரும் போல் மட்டும்தான் பார்க்குறேன். கொஞ்சம் கிரவுண்டு பார்க்கணும். எங்கே பொசிஷன் இருக்குது, எங்கே ஆப்போசிட் டீம் பிளேயர் இருக்குது, எங்கே உனக்கு ஓடலாம், எங்கே உனக்கு போர்டு போடலாம், இதெல்லாம் முன்னாடியே பார்க்கணும். புரிஞ்சுச்சா? நான் சொல்லித்தரணுமா? ஃபஸ்ட்டு எல்லோரும் பொசிஷனில் போ. உன் பொசிஷன் என்னது? ஸ்டாப்பர் தானே? விங் பேக் தானே? விங் பேக் இல்லையா? மிட்ஃபீல்டர் யார்? இது 2 ஒரே டீமா? ஸ்ட்ரைக்கர் யார்? நீ ஸ்ட்ரைக்கரா? ஒரு மிட்ஃபீல்டர் 2 ஸ்ட்ரைக்கர் தானே? ரெடி ப்ளே. காமி 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 காமி. அவ்வளோதான் அவ்வளோதான் அவ்வளோதான். ஸ்ட்ரைக்கர் முன்னாடி போ, ஸ்ட்ரைக்கர் முன்னாடி போ. ஏய் ஏய், நீ என்ன அங்கே பண்ணுற? ஸ்ட்ரைக்கர் முன்னாடி ஆடுன்னு சொல்கிறல. நான் என்ன சொன்னேன்? அங்கே நில்லு பாரு. எத்தனை நீங்கள் டீமில் எத்தனை பிளேயர் ஒரே பிளேஸில் இருக்குது? என்ன பண்ணுறது இங்கே 3 நாளும்? கோலி விளையாடுறியா? என்ன பண்ணுற இந்த பொசிஷனில் 3 நாளும்? கோல் அடிக்கிறதுக்கு நீ எங்கே வேணும்? இங்கே வா. அங்கே என்ன பண்ணுறது? இங்கே வா தம்பி, அந்த சைடு போ. இப்போ இவனு எவ்வளோ ஆப்ஷன் இருக்கும் பாரு. பாஸ் டர்ன் பண்ணி உனக்கு ஷூட் பண்ணலாம்ல. வெயிட் ஷூட் பண்ணலாம்ல. நீங்கள் 2 இங்கே இருந்தால் எங்கே பாஸ் பண்ணுறது? பாஸ் பண்ணாமல் ஃபுட்பால் ஆட முடியுமா? பாஸ் எடுக்கலாம், பாஸ் பண்ணலாம்னு ட்ரை பண்ணு. ரெடி கோ. அடி அடி. விஷ்ணு டர்ன் பண்ணு. அந்த சைடு நான் இல்லை, அந்த சைடு டர்ன் பண்ணு. அங்கே இருந்து போல் வரும்போது அந்த சைடு, இங்கே இருந்து அந்த லைன் வரைக்கும் ஓடணும். ஓகேவா? ரெடியா? ஓடு. யார் முன்னாடி போயிடுச்சு? போலா நீயா? எதுக்கு? எப்படி? யாருக்கு ஸ்பீடு ஜாஸ்தி? இப்போ நீ அங்கே இருந்து பாஸ் பண்ணா, இங்கே இருந்து பாஸ் பண்ணுறல. போல் கூட தம்பி ட்ரிபிள் பண்ணணும். எங்கே? பாக்ஸுக்கு பக்கத்தில் ட்ரிபிள் பண்ணணும். இல்லையா அவ்வளோ டைட் ஸ்பேஸில் ட்ரிபிள் பண்ணணும். இல்லைன்னா பாஸ் அவ்வளோதான். புரிஞ்சிச்சா? டேர்ன் பண்ணால் பாஸ் அதுதான் பண்ணணும். ஓகேவா? ரெடி போ. கொடு. அவ்வளோதான். அடி அவ்வளோதான். எவ்வளோ ஈஸி பாரு. இங்கே சீனியர் பிளேயர்ஸ் எல்லாம் நிறைய இருக்குது. அவரே சொல்கிறது கேட்டு கரெக்டாக நடந்துக்கும். ஓகே தானே? டெய்லி கரெக்டாக ட்ரெயின் பண்ணு. இது வேணாலும் பண்ணுறேன். ஓகேவா? ஜஸ்ட் give us a call. Okay? So thank you for everything. We'll see you next time. Okay? Bye அண்ணா. Bye அண்ணா. பார்க்கலாம் அண்ணா. தேங்க்ஸ் அண்ணா. மறந்துடாத. நம்ம மறந்துடுவேன், ஜேர்னியில் தான் இருக்குது, அதனால் மறந்துடாது. ஓகே, பார்க்கலாம். താങ്ക്യൂ എല്ലാവർക്കും. അപ്പോൾ പുതുക്കോട്ടയിൽ നമ്മുടെ പിള്ളേരൊക്കെയും കണ്ടു. കുറച്ച് നല്ല കുട്ടികളെയും അവിടെ നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളുണ്ട്.
അവിടെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഒന്ന് ബേസിക്കലി കോച്ചില്ല എന്ന് പറയുന്നത്. ഇപ്പം സീനിയർ പ്ലേയേഴ്സ് ആണ് അവരെ പഠിപ്പിക്കുന്നത്, അവർക്ക് ആർക്കും പറയുന്ന കോച്ചിങ് ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ആദ്യം നമ്മൾ അവരോട് പറഞ്ഞത് കുറച്ച് കോച്ചസിന് ഉണ്ടാക്കാനാണ്, കോച്ചുമാരെ ഈ പറയുന്ന ലൈസൻസുള്ള കോച്ചസ്മാരെ ഉണ്ടാക്കാൻ. അതായത് അവർ അസോസിയേഷനൊക്കെ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കോച്ചുമാരെ ക്യാമ്പ് വെക്കാൻ അല്ലെങ്കിൽ ഒരു കോച്ചിങ് ട്രെയിനിങ് വെക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു 5-10 പ്ലേയേഴ്സിന് അവർക്ക് ഡി ലൈസൻസ് കോച്ചുമാരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചാൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാനാണ് ആദ്യം അവരുടെ അടുത്ത് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കളി കണ്ട ഒരു 20ഓളം കുട്ടികളുണ്ടായി. അപ്പോൾ ആ കുട്ടികൾ കളിയിൽ കുറേ കുട്ടികൾ നല്ലോണം കളിക്കുന്ന കുട്ടികളുണ്ട്. നല്ലോണം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്തെടുക്കേണ്ട കുട്ടികൾ അവരെ പ്രായത്തിലെ പൊസിഷനിങ് ആണ് അവരുടെ മെയിൻ കുഴപ്പം. നീ അവരെ നോക്കിയിരുന്നല്ലോ കുട്ടികളെ, അപ്പോൾ നീ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് കോച്ചുമാരില്ലല്ലോ പറഞ്ഞു കൊടുക്കാൻ. അതാ ഞാൻ പറഞ്ഞ കോച്ചസിന്റെ ആണ് മിസ്റ്റേക്ക്. അവിടെ കോച്ചസ് ഇല്ല. ഇപ്പൊ എല്ലാരും ബോളിന്റെ പുറകെ ഓടുക പണിയല്ലേ എടുക്കുന്നത്. ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, അവർക്ക് അറിയില്ല. അതിൽ തന്നെ കളിക്കുന്ന നല്ല കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്ലബ്ബുകളിൽ ട്രയൽസിൽ under-15 ടീമിൽ ട്രയൽസിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഇവർക്ക് അങ്ങനെ പറ്റുന്നില്ല, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അവരോട് ഡീറ്റെയിൽ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ അയച്ച് നമുക്ക് പറ്റുന്ന ആൾക്കാരെ ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകളിൽ ട്രയൽസിന് ഇവൺ ലീഗ് ആണെങ്കിലും ISL ആണെങ്കിലും സെക്കൻഡ് ഡിവിഷൻ ആണെങ്കിലും അതിൻ്റെയൊക്കെ under-15 ടീമുള്ള ഏതെങ്കിലുമൊക്കെ ടീമിലേക്ക് നമുക്ക് സെലക്ഷൻ കൊടുത്തു വിടാൻ പറ്റുവാണെങ്കിൽ അവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന കുട്ടികളാണ്. നോക്കാം. അപ്പം അത് കഴിഞ്ഞു. അവരെന്തായാലും ഡീറ്റെയിൽ അയച്ചാൽ അവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ട് നല്ല അടിപൊളി സ്വീകരണം, അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഇവിടെ പുതുക്കോട്ടെ ഒരു ഫുൾ ടൈം കൂടെ തഞ്ചാവൂരും കന്തമാന അക്കാദമി ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതിൽ കോൺടാക്ട് തന്നിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും അവിടെയും കാണാൻ പറ്റുമോ നോക്കാം. അവിടെയും ഈ പറയുന്ന പോലെ ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് സ്റ്റേ. ഇവിടുത്തെ സാറ് തന്നെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പം എനിക്ക് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ മൂപ്പരെ വിളിച്ചു, മൂപ്പര എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, തഞ്ചാവൂർ. അപ്പോൾ ഇന്നത്തെ സ്റ്റേ അവിടെയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 55 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. ഒരു മണിക്കൂർ 1.25 മണിക്കൂർ എടുക്കും. 53 കിലോമീറ്ററാണ് തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലേക്ക് മേലെ എഴുതി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തഞ്ചാവൂരേക്ക് പോവാം. തഞ്ചാവൂർ പോകണം, ഈ പറയുന്ന അമ്പലങ്ങളും സാധനങ്ങളൊക്കെ കാണണം. അതിൻ്റെ കൂടെ കളിക്കാൻ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നോക്കണം.